കലൂർ രാജ്യാന്തര സ്റ്റേഡിയത്തിലെ ഗ്യാലറിയിൽ നിന്ന് വീണ് ഗുരുതരമായി പരിക്കേറ്റ ഉമാ തോമസ് എം.എൽ.എയുടെ ആരോഗ്യനിലയിൽ നേരിയ പുരോഗതിയുണ്ട്. പക്ഷേ അപകടനില തരണം ചെയ്തിട്ടില്ല എന്നതാണ് ഏറ്റവും ഒടുവിൽ ഡോക്ടർമാർ നൽകുന്ന വിവരം. ഇപ്പോൾ നേരത്തെ ഉമാ തോമസിനെ കണ്ട് മറ്റ് ആരോഗ്യ വിവരങ്ങളും ഡോക്ടർമാരുമായി ഒക്കെ സംസാരിച്ചതിന് ശേഷം മന്ത്രി പി രാജീവ് പറഞ്ഞ കാര്യങ്ങൾ കൂടി ഒന്ന് കേൾക്കാം. CT സ്കാൻ റുട്ടീനായിട്ടുള്ളതാണ്. ഇന്നിപ്പോൾ രാവിലെ CT സ്കാനിന് വേണ്ടി പേഷ്യൻ്റ് അങ്ങോട്ട് മാറ്റിയിരിക്കുകയാണ്. CT സ്കാൻ ചെയ്തതിന് ശേഷം ഇപ്പോൾ തുടരുന്ന രീതി തന്നെയാണോ മുന്നോട്ട് പോകേണ്ടത്, അതോ വേറെ എന്തെങ്കിലും മാറ്റം വേണ്ടതുണ്ടോ എന്ന് അതിനുശേഷമായിരിക്കും തീരുമാനിക്കുക. ഇന്നലെ കോട്ടയത്തു നിന്നുള്ള മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് ഡോക്ടർ ജയകുമാറിൻ്റെ നേതൃത്വത്തിൽ സംഘം വന്നിരുന്നു. അവർ രോഗിയെ കണ്ടു, ഡോക്ടർമാരുമായിട്ട് സംസാരിച്ചു. രാത്രി ഒരു 12 മണിക്ക് ഞാൻ ഡോക്ടറുമായിട്ട് സംസാരിക്കുകയുണ്ടായി. അപ്പോൾ നിലവിലുള്ള ചികിത്സാ രീതി തുടരുക എന്നുള്ളത് തന്നെയാണ് അവർ കണ്ടിട്ടുള്ളത്. പിന്നെ CTക്ക് ശേഷം മറ്റ് കാര്യങ്ങൾ കൂടി പരിശോധിച്ചിട്ട് വീണ്ടും അവരുമായിട്ട് കൺസൾട്ട് ചെയ്യുന്നതായിരിക്കും. കൊണ്ടുപോകുന്നതിനേക്കാളും മെച്ചപ്പെട്ട ഒരു സ്ഥിതിയിലേക്കാണുള്ളത്. ഈ ഒരു സംവിധാനം അവിടെ തയ്യാറാക്കി അതിലാണ് ഇതിൽ ചെന്നിരുന്നത്. അപ്പോൾ അത്തരം കാര്യങ്ങൾ പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ഇത്തരം കാര്യങ്ങളിൽ ഇപ്പോൾ ഗൗരവമായിട്ടുള്ള അന്വേഷണം തന്നെ സർക്കാർ ഉദ്ദേശിക്കുന്നുണ്ട്. പോലീസ് ആ അന്വേഷണം തുടരുന്നുണ്ട്. വീഴ്ച ഉണ്ടെങ്കിൽ അവർക്ക് ശക്തമായിട്ടുള്ള നടപടികളും സർക്കാർ സ്വീകരിക്കും. കൂടുതൽ വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി സാലി മുഹമ്മദ് കൂടി ചേരുകയാണ്. സാലി, എന്താണ് MLAയുടെ ആരോഗ്യസ്ഥിതി സംബന്ധിച്ച് ഏറ്റവും പുതിയ മെഡിക്കൽ ബോർഡിന് ശേഷമുള്ള ഡോക്ടർമാരുടെ വിവരണങ്ങൾ? ഒപ്പം മന്ത്രി സന്ദർശിച്ച് പറഞ്ഞ കാര്യങ്ങൾ ഞങ്ങൾ കേട്ടു. മറ്റ് വിവരങ്ങൾ കൂടി, കാരണം ഈ സംഘാടകർക്കെതിരെ എടുത്ത നിയമ നടപടികളൊക്കെ ഉണ്ട്, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് കൂടി. അജിംഷാദ്, രാവിലെ CT സ്കാൻ പരിശോധനയ്ക്ക് ശേഷം മെഡിക്കൽ ബോർഡ് യോഗം ചേർന്നിരുന്നു. അതിനുശേഷം ഡോക്ടർമാർ മാധ്യമങ്ങളെ കണ്ട് നൽകിയ വിവരങ്ങൾ, അതായത് പുറത്തു വന്ന മെഡിക്കൽ ബുള്ളറ്റിൽ ആശ്വാസകരമായ വിവരങ്ങൾ തന്നെയാണുള്ളത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപകടനില തരണം ചെയ്തിട്ടില്ലെങ്കിലും പുരോഗതിയുണ്ട് ആരോഗ്യനിലയിൽ എന്നതാണ് ഡോക്ടർമാർ വിശദമാക്കുന്നത്. തലയ്ക്കോ സ്പൈനൽ കോഡിനോ ഏതെങ്കിലും തരത്തിൽ ഗുരുതരമായ പരിക്കുകളോ ഒന്നുമില്ല, പൊട്ടലോ ഒന്നും കാണുന്നില്ല. എന്നാൽ ശ്വാസകോശത്തിന് ചതവുണ്ട് എന്നുള്ളതാണ്. അത് വിദഗ്ധമായ ചികിത്സ ദീർഘനാൾ വേണ്ടി വരുന്ന ഒരു പ്രതിസന്ധിയാണ്. മാത്രമല്ല, ഈ വീണ് തകർന്ന് മുഖത്ത് ഉണ്ടായ എല്ല് പൊട്ടലും ഒക്കെ തുടർന്ന് അവിടെ രക്തസ്രാവം ഉണ്ടായി. രക്തസ്രാവം ശ്വാസം വലിച്ചപ്പോൾ ഉള്ളിലേക്ക് ലങ്സിലേക്ക് കയറി അവിടെ കട്ട പിടിക്കുന്നൊരു സാഹചര്യമുണ്ട്. അപ്പോൾ ശ്വാസകോശത്തിലെ ചതവ് ഒരു ക്രൈസിസ് തന്നെയാണ്. സാലിയിലേക്ക് വരുന്നതിന് മുമ്പ് സാലിയിലേക്ക് തുടരാം. ഞാൻ സാലിയിലേക്ക് എത്തുന്നതിന് മുമ്പ് ആ ഡോക്ടർമാർ മെഡിക്കൽ ബോർഡിന് ശേഷം മാധ്യമങ്ങളോട് വിശദീകരിച്ചത് കൂടി ഒന്ന് കേൾക്കാം. ഇന്നലത്തെ വെച്ചിട്ട് CT നമ്മൾ എടുത്തതിനകത്ത് ബ്രെയിനിനകത്ത് ആ സ്റ്റാറ്റസ് കോ തന്നെയാണ്. സാധാരണഗതിയിൽ സെക്കൻഡ് ഡേ ആകുമ്പോൾ നമുക്ക് മോശമായിട്ടുള്ള ബ്ലീഡിങ്ങോ അല്ലെങ്കിൽ അങ്ങനെ ചതവുകളോ വേറെ കൂടുതൽ എന്തെങ്കിലും കാണാറുണ്ട്. അതൊന്നും നമ്മൾ കണ്ടിട്ടില്ല. അപ്പോൾ അത് തന്നെ ഒരു നല്ലൊരു കാര്യമായിട്ടാണ് കണക്കാക്കേണ്ടത്. നമുക്കിപ്പോൾ ഒരു ചാലഞ്ച് ആയിട്ടുള്ളത് ലങ്സിലാണ്. ലങ്സിൽ നല്ല ഇന്നലത്തെ ചതവ് വന്നിട്ട് ആ ചതവിനകത്ത് കൂടി ഉണ്ടായിരിക്കുന്ന രക്തസ്രാവം എന്ന് പറഞ്ഞാൽ രക്തം ആസ്പിറേറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ പതുക്കെ ആയിരിക്കും പുള്ളിക്കാരിയെ ബോധത്തിലേക്കും സ്വതമേ ശ്വാസം എടുക്കാനുള്ള ഒരു രീതിയിലേക്കും കൊണ്ടുവരാൻ പോകുന്നത്. ഇന്ന് എന്തായാലും പുള്ളിക്കാരി വെന്റിലേറ്ററിലേക്ക് തുടരും. ലങ്സ് ഇമ്പ്രൂവ് ചെയ്യാനായിട്ടുള്ള മാക്സിമം ശ്രമങ്ങളായിരിക്കും ഇന്ന് നടക്കുന്നത്. ആൻറ്റിബയോട്ടിക്സും കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ തുടർച്ചയായി ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ്, ബ്ലഡ് പ്രഷർ എല്ലാ കാര്യങ്ങളും കണ്ടിന്യൂസ് ആയിട്ട് മോണിറ്റർ ചെയ്യുകയും എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടെങ്കിൽ അതനുസരിച്ച് ട്രീറ്റ്മെൻറ്റ് കൊടുക്കുകയാണ് ഞങ്ങളുടെ ഇന്നത്തെ ലക്ഷ്യം. തീർച്ചയായും സലീം മുഹമ്മദ്, ഈ അപകടനില തരണം ചെയ്തിട്ടുള്ള എന്നുള്ളത് ശരിയാണ്. പക്ഷേ നേരിയ പുരോഗതിയുണ്ട്. മാത്രമല്ല, ബ്രെയിനിലെ ഉള്ളിലെ ചില ക്ലോട്ടിങ്ങുമായി ബന്ധപ്പെട്ട ആശങ്കകൾ കുറയുന്നു. പക്ഷേ ഇപ്പോൾ ഒരു ചെറിയ ഭീഷണിയായി നിൽക്കുന്നത് ലങ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. കാരണം വാരിയലുകൾ പൊട്ടിയാണ് ലങ്സിന് പരിക്കേൽക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും ആ ശ്വസന സമയത്തൊക്കെ, അപകട സമയത്തൊക്കെ ശ്വസിച്ചതും ആയി ബന്ധപ്പെട്ടുമൊക്കെ രക്തം കട്ടപിടിച്ചിട്ടുണ്ട്, പല വിധത്തിലുള്ള തടസ്സങ്ങളുണ്ട്. അത് അതിജീവിക്കും വരെ മാത്രം വെന്റിലേറ്റർ എന്നതൊക്കെയാണ് ഇപ്പോഴത്തെ തീരുമാനങ്ങൾ. അത് വളരെ ആശ്വാസകരമായ കാര്യങ്ങളാണ്. തീർച്ചയായിട്ടും അജിംഷാദ്, ആശ്വാസകരമായ വിവരമാണ് ഇന്ന് CT സ്കാന് ശേഷം ഡോക്ടർമാർ നൽകിയതെന്ന കാര്യത്തിൽ ഒരു തർക്കമില്ല. പക്ഷേ അപകടനില തരണം ചെയ്തിട്ടില്ല. ശ്വാസകോശത്തിലുണ്ടായ ചതവ്, ലങ്സിലുണ്ടായ ചതവ് തന്നെയാണ് പ്രധാന പ്രശ്നം. അവിടെ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ആൻറ്റിബയോട്ടിക് ചികിത്സ ആരംഭിച്ചിട്ടുണ്ട്. അത് തുടരേണ്ടതുണ്ട്.
അതുകൊണ്ട് തന്നെ വെന്റിലേറ്ററിൽ കുറച്ച് ദിവസം കൂടി തുടരും. പക്ഷേ വെന്റിലേറ്റർ സപ്പോർട്ട് കുറച്ച് കൊണ്ടുവരാനാണ് ശ്രമിക്കുന്നത്. ഇന്ന് വൈകിട്ട് വരെ ഒന്ന് കുറയ്ക്കും, നാളെ വൈകിട്ടും ഒന്ന് കുറയ്ക്കും. അത് കുഴപ്പമില്ലെങ്കിൽ ഇങ്ങനെ കുറച്ച് കൊണ്ടുവന്ന് വെന്റിലേറ്റർ സപ്പോർട്ട് പൂർണ്ണമായി റിമൂവ് ചെയ്ത് സ്വയം ശ്വാസം വലിക്കാവുന്ന ഒരു ഘട്ടത്തിലേക്ക് എത്തിക്കുക എന്നുള്ളത് തന്നെയാണ്. അതുവരെ ഒരു അപകട സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ അപകടനില തരണം ചെയ്തു പൂർണ്ണമായും പ്രതിസന്ധി ഒഴിഞ്ഞു എന്ന് പറയാറായിട്ടില്ല. പക്ഷേ ആശ്വാസകരമാണ് വിവരങ്ങൾ. ഇന്നലെ കൊണ്ടുവന്നതിനേക്കാളൊക്കെ ഏറെ മെച്ചപ്പെട്ടിട്ടുണ്ട് എന്നാണ് ഡോക്ടർമാരും മന്ത്രി പി രാജീവും പറഞ്ഞത്. അപ്പോൾ അത് തന്നെ ആശ്വാസം നൽകുന്നൊരു വാർത്തയാണ്. അവരുടെ ആരോഗ്യനില മെച്ചപ്പെട്ടു വരുന്നു എന്ന് തന്നെയാണ് അത് നൽകുന്ന സൂചന. ഏതായാലും വിദഗ്ധ ചികിത്സ ആരംഭിച്ചിട്ടുണ്ട്. അവരുടെ വൈറ്റൽസ് നോർമലായി വരുന്നു. അതുകൊണ്ട് എല്ലാ തരത്തിലുള്ള വിദഗ്ധ ചികിത്സയിലേക്കും കടക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് തന്നെ പ്രതീക്ഷ നൽകുന്ന ഒരു ഘടകമാണ്. പക്ഷേ ദീർഘനാൾ ചികിത്സ വേണ്ടി വരും സാധാരണ നിലയിലേക്ക് എത്താൻ എന്നതാണ് ഇപ്പോൾ ഡോക്ടർമാർ അറിയിച്ചിരിക്കുന്നത്. ശരി സലി.